ഹായ് ഹലോ. ഇന്ന് രാവിലെ തന്നെ ഒരു വ്ളോഗാവാമെന്ന് വിചാരിച്ചു. രാവിലെ എന്ന് പറയാനില്ല, 8:30 ആയിട്ടുണ്ട്. എനിക്കിത് പുലർച്ചെയാണ് സമയം. ഞാൻ ഈ സമയത്തൊന്നും എഴുന്നേൽക്കാറില്ല. അപ്പോൾ ഈ സമയത്ത് എഴുന്നേൽക്കാനും ഒരു വീഡിയോ ചെയ്യാനും കാരണം എന്തെന്ന് ചോദിച്ചാൽ കുറച്ചടി മൈ ഡാഡ് ഈസ് കമ്മിങ്. പപ്പിയുടെ ഫ്രണ്ടിൻ്റെ മോളുടെ അമ്മയമ്മല്ലേ, അമ്മയമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മായിൻഡോട്ടിലായിരുന്നു. അപ്പം ഇങ്ങനെയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. നല്ല രസമായില്ലേ പപ്പിയെ പോക്ക്. ഞങ്ങളൊരു വഴി തെറ്റിപ്പോയി. വഴി തെറ്റിയിട്ട് തിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇതുണ്ടായിരുന്നു, കൊമ്പുണ്ടായിരുന്നു. ഈ കൊമ്പ് കൊണ്ട് ഞാൻ ബേക്കോട്ട് കണ്ടില്ല. വാപ്പി എന്താ പറഞ്ഞത്, ഞാൻ ബേക്കോട്ട് നല്ലോണം കാണുന്നില്ല കേട്ടോ എന്നാ പറയുന്നത്. പക്ഷെ ഞാൻ കേട്ട് കാണുന്നുണ്ട് കേട്ടോ. നേരെ പോയി ചെറിയ കനാലുണ്ടല്ലോ, ആ ഭാഗത്തേക്കൊക്കെ ചെറിയ ചെറിയ കനാലുണ്ട്. ആ കനാലിൽ ടയറങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷെ വേഗം കയറിയിരിക്കുക. പിന്നെ ചുറ്റിത്തിരിഞ്ഞ് നിങ്ങളവിടെ കുറേ പ്രാവശ്യം പോയില്ലേ ഓട്ടോറിക്ഷയായിട്ട്? ആ, വാപ്പി ഒരുപാട് തവണ അവിടെ ഓട്ടോറിക്ഷയായിട്ട് പോയതാണ്. പക്ഷെ വാപ്പിനോട് വഴി തെറ്റിപ്പോയി. വാപ്പിക്ക് ഓട്ടോക്ക് പോകാൻ ചെറിയ വഴി മതിയല്ലോ. ഞാൻ കാറവ് എടുത്തിട്ടായിരുന്നു പോയത്. അങ്ങനെ ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു സുബൈ നിസ്കരിക്കുകയും വരും. നിന്നിട്ടുണ്ടെങ്കിൽ നേരം വൈകിയേരായി. അങ്ങനെ ഇവിടെ എത്തി. വാപ്പി വിളിച്ചാരാട്ടോ ഞാൻ എണീച്ച്. വാപ്പി ഇങ്ങോട്ട് വിളിച്ച് എണീച്ചില്ല. ഞാൻ പറഞ്ഞു ഓ എണീച്ചിട്ട് തന്നെ. അങ്ങനെ വാപ്പി വിളിച്ചതിന് ശേഷം എണീറ്റ് അവിടെയൊക്കെ പോയി. ഇനി പുന്നാരം ഗൈസ്, വാപ്പയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഹിന്ദു ചേട്ടനാണ്. ഇനി എൻ്റെ കുടുംബത്തിൽ ആരും മരിച്ചെന്നും പറഞ്ഞിട്ട് ആരും വരണ്ട. ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ അമ്മായിയമ്മയാണ് മരിച്ചത്. അതും ഹിന്ദു മതസ്ഥരാണേ, ഞങ്ങൾ മുസ്ലിം മതസ്ഥരാണേ. പറഞ്ഞേക്കാം. ഇനി മറ്റേ ശ്രീരാജ് ആറിനെ പോലുള്ള ആൾക്കാർ ജിസ്നിക്ക് പുലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണ്. പിന്നെ വാപ്പി നേരെ ഇങ്ങോട്ട് പോകുന്നു. ഓയ് ഓളെ കൊണ്ടച്ചാക്കാൻ നോക്ക്, അക്കുടേറ്റ് കൊണ്ടച്ചാക്ക. ഓന് ഓൻ കൊണ്ടച്ചാക്കലും കൊണ്ടുവരലുവാ. ആ നേരെ നടന്നാ പോരാ, കൊണ്ടച്ചാക്ക്. അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വാപ്പി വീട്ടിൽ വന്നതാണ്. നോമ്പ് തുറക്കാൻ നിൽക്കുന്ന വാപ്പി നോമ്പ് തുറക്കാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പിക്ക് അവിടെ പോയിട്ട് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ്. ഓ റെഡി ആയോ? എന്നിട്ട് അങ്ങനെയാണ്. എന്നിട്ടിപ്പോൾ രാവിലെ തന്നെ വാപ്പീനെ വെച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. വല്ലപ്പോഴാണ് ഈ ആശാൻ ഇങ്ങോട്ട് വരുന്നത്. വരുന്ന സമയത്ത് നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടില്ലെങ്കിൽ മോശമായി പോവില്ലേ? അങ്ങനെയാണ്. അപ്പോൾ വാപ്പിക്ക് എന്താ പറയാനുണ്ടോ? അപ്പം ഇങ്ങോട്ട് നോക്കിയ അപ്പിയെ ചിരിക്കുക. അപ്പിയെ വാപ്പിക്ക് എന്താ അഭിനയിക്കാനല്ല. ഇന്നെന്താ കളറിട്ട് പോണേ? എന്ത് പരിപാടി? ഈ എന്തോക്ക് പേരില്ല, മോള് ഇന്ന് കളറിട്ട് പോവുക. എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ട് ഓക്ക് അറിയൂല. ഓല് കൂട്ടുകാരികളെല്ലാരും കൂടി ഞാൻ ഇന്നലെ ഡ്രസ്സിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കലും ഇന്ന് രാവിലെ തുടങ്ങി കൂട്ടുകാരികളെല്ലാം വിളിക്കും. നിങ്ങൾ ഇനി ബീച്ചിലെങ്ങാൻ പോവുകയാണോ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ പപ്പനെ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റാ.